അഭിഭാഷകരും മാധ്യമപ്രവർത്തകരുമായുള്ള തർക്കം ഇത്ര രൂക്ഷമാകരുതായിരുന്നുവെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കും കോടതിയിൽ ഒരേ അവകാശമാണുള്ളത്. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. രണ്ടു കൂട്ടരെ നടുക്ക് നിന്ന് ആരുടെ കൂടെ നിന്ന് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ രണ്ടു കൂട്ടർക്കും തയ്യാറാണെങ്കിൽ എനിക്കെന്താ മധ്യസ്ഥതയെല്ലാം വിജയിക്കണമെന്നില്ലല്ലോ. ഞാൻ എല്ലാ ശ്രമവും നടത്തും. കോടതിയിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ കോടതിയെ സമീപിച്ചാൽ സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥമാകും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ ജഡ്ജിയുടെ മുന്നിൽ വെച്ചാണെങ്കിൽ അദ്ദേഹം സാക്ഷി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും മറ്റും ആശാസ്യമല്ല. അതിന് സാക്ഷി പറയാൻ ആ ജഡ്ജിയെ വരെ ഇനി സൈറ്റ് ചെയ്യും. ആ ജഡ്ജിയെ ഇനി വക്കീൽ വിസ്തരിക്കണം. ആ ജഡ്ജിയെ എതിർകക്ഷി ക്രോസ് വിസ്തരിക്കാം. അതുവരെ ചെയ്യാവുന്ന നിയമ സംവിധാനം അങ്ങനെയാണ്. അഭിഭാഷകർക്കെതിരെ പോലീസ് സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ വളരെ മോശമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അത് വളരെ മോശമായിട്ട് വരുന്നു. അഭിഭാഷകരുമായുള്ള പ്രശ്നപരിഹാരം ജുഡീഷ്യലായി നടപ്പിലാക്കാൻ കോടതിയെ നിർബന്ധിക്കുന്നത് ശരിയല്ലെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.